എങ്ങോട്ടാണ്? യെസ്, നമ്മൾ പോകുന്നു. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷം ഇവിടെ തുടങ്ങുകയായി. ഇവിടെ തുടങ്ങുകയായി. അപ്പൊ നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങളുടെ 6ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് അല്ലേ ഡേയ്സു? 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വീണ്ടും ഇറങ്ങിയിരിക്കും. അപ്പോൾ ശരിക്കും ഞങ്ങളിപ്പോൾ ഒരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ജസ്റ്റ് ബാക്ക് ടു വർക്ക് ആയതേ ഉള്ളൂ. പക്ഷേ നമ്മളപ്പം വിചാരിച്ചായിരുന്നില്ലേ വെഡിങ് ആനിവേഴ്സറി ഒന്നും ചെയ്യേണ്ട, വീട്ടിൽ തന്നെ എന്തെങ്കിലും കുക്കൊക്കെ ചെയ്തിരിക്കാന്ന് ഓർത്തു. പക്ഷേ ലാസ്റ്റ് 2 ദിവസം മുമ്പ് നമുക്ക് പെട്ടെന്നൊരു ഉൾവിളി വന്നു, എങ്ങോട്ടേലും ചെറിയൊരു യാത്ര പോയാലോ. അങ്ങനെ അങ്ങനെ കുറേ റിസർച്ചിന് ശേഷം നമ്മൾ ചെറിയൊരു യാത്ര സ്ഥലം കണ്ടുപിടിച്ചു. വേറെ ഒന്നുമല്ല, നമ്മൾ ഇവിടുന്ന് 1.5 മണിക്കൂറേ ഉള്ളൂ. നമ്മൾ പോകുന്നത് കേംബ്രിഡ്ജിലോട്ടാണ്. അപ്പോൾ ഒരു കുഞ്ഞ് യാത്രയും നല്ല കുറച്ച് ഫുഡൊക്കെ കഴിക്കുക, ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന ഫോട്ടോസൊക്കെ എടുക്കുക, പിന്നെ ആ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി കാണുക. നമ്മൾ ഇത്ര അടുത്തായിട്ട് പോലും നമ്മൾ ഇതുവരെ കാശ് മുടക്കിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ്. പക്ഷെ ഫുഡിൽ അത് ബാധകമല്ല കേട്ടോ. എനിവേ, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ യാത്ര ഇവിടെ തുടങ്ങിയാണ്. ആദ്യം നമുക്ക് പെട്രോൾ അടിക്കാം. അതെ, പെട്രോൾ അടിക്കണം. പിന്നെ എനിക്കൊരു കോഫി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടിം ഹോട്ടൻസിൽ വന്നു. ടിം ഹോട്ടൻസ് ഒരു കനേഡിയൻ ബ്രാൻഡ് ആണെങ്കിലും എനിക്ക് ഇവിടുത്തെ സ്റ്റാർബക്സിനെക്കാട്ടിലൊക്കെ ഇഷ്ടം ഇവിടുത്തെ വാനില ലാറ്റെ കേട്ടോ, ഐസ് ലാറ്റെ എസ്പെഷ്യലി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഡ്രൈവ് തുടങ്ങി. നല്ലൊരു സീനിക് ഡ്രൈവായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് കൺട്രി സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേനും UK കാണാൻ നല്ല ഭംഗിയാണ്, സിറ്റിയിൽ നിന്നൊക്കെ മാറിയിട്ട്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഒരു പെട്ടെന്ന് പ്ലാൻ ചെയ്ത കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളൊരു ഐഡിയ ഒന്നും ഇല്ല. ജസ്റ്റ് ഇറങ്ങി സിറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളിതേ സിറ്റിയിലോട്ട് വന്നു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു റിവറുണ്ട്. അപ്പോൾ നമുക്കിവിടെ പണ്ടിങ് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ നല്ല കുട്ടി കഫേസും ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബിസി വർക്ക് ലൈഫിൽ നിന്നൊക്കെ മാറി ഇടയ്ക്ക് ഇങ്ങനെ സമയമൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. എസ്പെഷ്യലി കപ്പിൾസ് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് നമുക്ക് സമയമില്ല ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മളുടെ പാർട്ട്നേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമാണ്. നമുക്കിങ്ങനെ ഇപ്പം വെഡിങ് ആനിവേഴ്സറിക്ക് വലിയ ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും, അതും ചിലർക്ക് സന്തോഷമായിരിക്കും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഞങ്ങൾക്ക്, അതും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതോടൊപ്പം ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ സമയം കണ്ടെത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 6 years ആയി. 6 വർഷമായെങ്കിലും നമുക്ക് ഒരുപാട് നാളായതുപോലും ചിലപ്പോൾ തോന്നും. എന്നാൽ വളരെ എന്താ പറയുക, ആ ഒരു പരസ്പരമുള്ളൊരു സ്നേഹം ഭയങ്കര ഫ്രഷായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന പോലെയും തോന്നും. എനിക്ക് തോന്നുന്നു അതിനുള്ളൊരു മെയിൻ ഫാക്ടർ നമ്മുടെ റൂട്ടീനിൽ നിന്ന് മാറിയിട്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ്. കുറേ ഫ്ലവേഴ്സും പിന്നെ ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ പോലെ ഉണ്ടായിരുന്നു. ഈ കാണുന്നത് ന്യൂട്ടൺസ് ട്രീ ആണ്. ന്യൂട്ടൺസ് ട്രീ എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ന്യൂട്ടൺ ഇരുന്ന ആ ആപ്പിൾ മരം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു തൈന്ന് വെച്ച ഒരു ആപ്പിൾ ട്രീ ആണ് ഇത് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊരു ടൂറിസ്റ്റ് തിങ് ആണോ എന്ന് അറിയില്ല.
താമസിച്ച എയർബിഎൻബി. ഈ എയർബിഎൻബിയുടെ ഹോസ്റ്റ് വളരെ നല്ലൊരു ലേഡി ആയിരുന്നു കേട്ടോ. അവർ തന്നെ ബേക്ക് ചെയ്ത് കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഭയങ്കര നല്ലൊരു ലൊക്കേഷനായിരുന്നു. അവിടെ ഒരു ഗാർഡൻ ബാക്ക് യാർഡൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ബ്രെഡും ബട്ടറും അങ്ങനത്തെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കാര്യങ്ങളെല്ലാം അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്വയറ്റ് സ്ഥലത്താണ്. അടുത്തൊന്നും വേറെ എന്താ പറയുക സിറ്റിയുടേതായ ഒന്നുമില്ല. ഭയങ്കര ഒരു കൺട്രി സൈഡ് പോലെ തന്നെ. നമ്മൾ കേംബ്രിഡ്ജിൽ നിന്ന് ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് അകത്തോട്ട് പോയിട്ടാണ് കേട്ടോ താമസിച്ചത്. ഞാൻ കറക്റ്റ് സ്ഥലം ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും കൊടുക്കാം. പക്ഷേ അതിൻ്റെ അടുത്ത് തന്നെ ഒരു 10 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പബ്ബുണ്ട്. അപ്പോൾ ഈ പബ്ബിലാണ് ഞങ്ങൾ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ഡിന്നർ കഴിക്കാൻ വന്നത്. ഒരു ഇംഗ്ലീഷ് സ്റ്റൈലായിട്ടുള്ള ഒരു ഡിന്നറായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ചേർച്ചിൽ പോയി ഒരു മാസമൊക്കെ കൂടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പണ്ടിങ്ങിന് വന്നു. പണ്ടിങ് ഇവിടെ നമ്മൾ അഡ്വാൻസ് നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവായിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അവർ കുറച്ച് തന്നു. ഇങ്ങനൊരു എനിക്ക് തോന്നുന്നു ആൾ തികയാതെ വന്നുകൊണ്ട് നമ്മളെടുത്ത് വന്നിട്ട് 2 പേർക്കും കൂടെ ഞങ്ങളെന്തോ 30 പൗണ്ട്സ് കൊടുത്തുള്ളൂ. നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പം ഒരാൾക്ക് 40 പൗണ്ട്സ് എന്തോ ആണ് കാണിച്ചത്. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതെന്തോ ഒരു നല്ല റേറ്റിൽ കിട്ടി. പണ്ടിങ് എടുത്തു. പണ്ടിങ് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു കേട്ടോ. അതായത് ഈ ഒരു ലൊക്കേഷനിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസും കോളേജസൊക്കെ അല്ലാണ്ട് ഒത്തിരി സ്റ്റുഡൻസ് ചെയ്യുന്ന പണ്ടിങ്ങും ഉണ്ട്. നമ്മൾ പക്ഷേ ഒരു പണ്ടിങ് കമ്പനിയുടെ തന്നെ എടുത്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഒരു മാരിഡ് ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു മെയിൻ പോയിൻ്റ് ഇത് തന്നെയാണ്. നമ്മുടെ റുട്ടീൻ, നമ്മൾ എല്ലാവരും ബിസിയാണല്ലോ. നമ്മുടെ വർക്ക്, നമ്മുടെ കരിയർ, അതുകൂടാതെ നമ്മുടെ റിലേഷൻഷിപ്സ്, ഫാമിലി റിലേഷൻഷിപ്സ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് കാണും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ കൂടെ ഇപ്പോഴുള്ള നമ്മുടെ പാർട്ട്ണറാണല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുമിച്ചാണ് ലൈഫിൽ ഗോ ത്രൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്കും ഇൻഡിവിജ്വലി ആയിട്ടും നമുക്ക് സ്ട്രെസ് ഉണ്ടാവും, നമുക്ക് ടെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പറ്റിയ ഇതിനൊരു ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ബിസി ലൈഫിൽ നിന്ന് കുറച്ച് ടൈം നമ്മൾ മാറ്റി വെച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അത് ട്രാവൽ തന്നെ ആവണം എന്നില്ല. ചിലർക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും. എന്ത് കാര്യമാണോ നിങ്ങൾക്കിഷ്ടം. ചിലർക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണറിനോട് കോമൺ ആയിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അത് നിങ്ങൾ അതിനായിട്ട് എഫേർട്ട് ഇട്ട് ടൈം കണ്ടുപിടിക്കണം. നമ്മൾ ടൈം ഇല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. നമ്മളായിട്ട് എഫേർട്ട് ഇടണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് UK-യിലുള്ളവരാണെങ്കിൽ കേംബ്രിഡ്ജിൽ 1 or 2 day ട്രിപ്പ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. Till then, bye. കൈതപ്പൂവിൻ കണ്ണുവിൻ തൊട്ടില്ല കണ്ണും തനന തന്ന തന്ന തന്നാന മുള്ളാലേ വിരൽ മുറിഞ്ഞു തനന 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 നൊമ്പരം.